അപ്പോൾ നമ്മൾ മാൾട്ടയിലാണുള്ളത്. ഇവിടുത്തെ ഒരു വീട് കാണാം. ഇവിടുത്തെ വീട് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഹൗസ് അല്ല. ഇതിപ്പോൾ നമ്മൾ ഇവിടെ കാണാൻ പോകുന്ന മരിയയുടെ വീടാണ്. മരിയൻ ഫിജിയൻ 3 വീടുകൾ, ഫ്ലാറ്റ് പോലെ 3 വീടുകളാണ്. അതിൻ്റെ ഏറ്റവും താഴെയാണ് അവരുടെ വീട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മരിയ ഹസ്ബൻഡ് സിറ്റിംഗ് ഏരിയ ആണ്. ഇവിടെ എല്ലാവരും വരുമ്പോൾ എല്ലാവരും ഇരിക്കുകയും ടി വി കാണുന്ന ആ ഒരു ഏരിയ, സിറ്റിംഗ് ഏരിയ. ഇവിടുത്തെ വീടുകളുടെ സ്ട്രക്ചർ ഇതേപോലെ ലോങ് ആയിട്ടുള്ള രീതിയിലാണ്. അതെ അതെ, ഒരു സൈഡിൽ ഇങ്ങനെ ലോങ് കോറിഡോർ ആയിരിക്കും. അതിനുശേഷം സൈഡിലേക്ക് ഇങ്ങനെ റൂംസുകളും കാര്യങ്ങളുമായിട്ട്. ഇതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഭിത്തി, ഇത് ശരിക്കും പറഞ്ഞാൽ ഇവര് പറയുന്നത് ഹൗസ് ഓഫ് ക്യാരക്ടർ എന്നാണ് പറയാ. അതായത് ഇതാണ് ശരിക്കും മാൾട്ടീസിന്റെ ഉള്ള ഒരു വീടിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഇതാണ്. ഇവർ ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പിന്നെ മോഡേൺ ആയിട്ടുള്ള ആൾക്കാർ ഇതുമേ ടൈലിന് പകരം സിമെന്റ് വെച്ച് മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ പൊട്ടിയിട്ട് അങ്ങനെയും കീപ്പ് ചെയ്യാറുണ്ട്. ഇത് ശരിക്കും ഹൗസ് ഓഫ് ക്യാരക്ടർ. ഇത് ലൈംസ്റ്റോൺ കൊണ്ടാണ് ഇതിന്റെ. അതെ അതെ, ഇത് ലൈംസ്റ്റോൺ ആണ്. ലൈംസ്റ്റോൺ ഇങ്ങനെ പോളിഷ് ചെയ്തെടുത്തല്ലേ? അല്ല, ഇതിന്റെ അടിയിൽ വേറൊരു വലിയ ലൈംസ്റ്റോൺ ഉണ്ട്. ലൈംസ്റ്റോൺ കൊണ്ട് സ്റ്റൈല് പോലെ പൊട്ടിച്ചേക്കുക. എന്നിട്ട് ഇത് പോളിഷ് ചെയ്ത്. ഇതാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് കോറിഡോർ ആണ് അല്ലേ? കോറിഡോർ ആണ്. നമ്മള് ആദ്യത്തെ ലോഞ്ച് കണ്ടു. ആ ലോഞ്ചിൽ നിന്ന് ഇതുപോലെ കോറിഡോർ ആണ്. ആ കോറിഡോറിലൂടെ നമുക്ക് അടുത്ത റൂമുകളിലോട്ട്. ഇതെല്ലാം ഇങ്ങനെ നിരനിരയായിട്ടാണ് ഇവിടുത്തെ ഒരു രീതി. അത് കഴിഞ്ഞാൽ കിച്ചൺ. ഇത് സാധാരണ ഇപ്പോഴത്തെ ഹൗസസിനൊക്കെ ഓപ്പൺ കിച്ചൺ വരാറുണ്ട്. പക്ഷെ ഞങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു രീതി സെപ്പറേറ്റ് കിച്ചൺ ആയതുകൊണ്ട് ഞങ്ങളും അത് പ്രിഫർ ചെയ്തു. അപ്പൊ അങ്ങനെ ഇതൊരു സെപ്പറേറ്റ് കിച്ചൺ ആണ്. അതെ, ഇതൊക്കെ ഇവിടെ ഓൾറെഡി ഞങ്ങൾ വാങ്ങുമ്പോഴേ ഉണ്ടായിരുന്നിട്ടുള്ള ഇതും ഫ്രിഡ്ജാണോ? അല്ല, ഇതാണ് ഫ്രിഡ്ജ്. ഇതൊക്കെ കബോർഡാണ്. എല്ലാം മൈക്രോവേവ്, അവൻ, ഇഷ്ടംപോലെ ക്യാബിനറ്റുകളൊക്കെ ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ആവശ്യമുണ്ട്. ഇതെന്താ ഐഡിയ? കുക്ക് ചെയ്യുമ്പോൾ ഡേർട്ടി ആവാതിരിക്കാൻ. ഒരു പ്രാവശ്യം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി, ക്ലീൻ ചെയ്യണ്ട. തീ പിടിക്കില്ലല്ലോ. ഫോയിൽ പേപ്പർ അത്. അതുപോലെ ഡൈനിങ് ടേബിള് ജസ്റ്റ് അല്ലേ? അത്യാവശ്യം ഇതും ഒരു ഓപ്പൺ കിച്ചൺ ടൈപ്പാണ്. ഹാളിന്റെ ഭാഗമായിട്ട്. ഓക്കെ ഓക്കെ. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും. ഇതും ഇങ്ങനെ ടോപ്പ് ടു ബോട്ടം ഇങ്ങനെ ഓപ്പൺ ആണ്. മെയിൻലി ലൈറ്റ് അല്ലേ? ലൈറ്റിന് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ വീടുകൾ ഇങ്ങനെ അറ്റാച്ച്ഡ് അല്ലേ? അപ്പൊ ലൈറ്റ് ത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. വിൻഡോസ് ഒന്നും ഇല്ലല്ലോ ഇവിടെയുള്ള വീടുകൾ. റൂമുകൾക്ക് വിൻഡോസ് ഇല്ലാത്തതുകൊണ്ട്, മീൻസ് വിൻഡോസ് ഉണ്ട് പക്ഷെ വിൻഡോസ് അല്ലേ? ഇതിപ്പോ ജസ്റ്റ് ഓപ്പൺ സ്പേസ് ആണ്. മെയിനായിട്ട് അത് ഞങ്ങൾക്കാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഞങ്ങൾ താഴെ മേസോണേറ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഞങ്ങൾ ചുമ്മാ ചെടികളൊക്കെ വെച്ച്. മുകളിലുള്ളവർക്ക് ഒരു ലൈറ്റ് എൻട്രി മാത്രമാണ്. ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. ഗാർഡൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി നമ്മുടെ സ്ട്രൈറ്റ് ഇങ്ങനെ വരികയാണ്. ഇപ്പൊ നമുക്ക് ടൈൽസ് ആണ്. ഇതെല്ലാം വന്നപ്പോൾ ഉള്ള പോലെ തന്നെയാണ്. ഇപ്പൊ എത്ര വർഷമായി വീട് വാങ്ങിയിട്ട്? 3 വർഷം. 3 വർഷം. ഇവിടെ നമ്മൾ ഈ വീടിന്റെ ഒക്കെ വില എങ്ങനെയാണ്? നമുക്ക് സാധാരണക്കാർക്ക് വീട് വാങ്ങാൻ പറ്റുമോ? അത് ഡിപ്പെൻസ് ആണ്. ഓരോരുത്തരുടെ ഫിനാൻഷ്യലും അതുപോലെ തന്നെ ലോൺ കിട്ടുന്ന പോലെയാണ്. അപ്പൊ മോർഗേജ് ഉണ്ടല്ലോ, അപ്പൊ അതിനനുസരിച്ച് അത് ഫിനാൻസ്. ഇപ്പോ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും ഇൻകം വെച്ചിട്ടാണ് മോർഗേജ് സാങ്ഷൻ ആവുന്നത്. അപ്പൊ മോർഗേജ് എത്ര കിട്ടും നോക്കിയിട്ട് വേണം വീട് വാങ്ങാനായിട്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ്. അതോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂം ഉണ്ട്. ഈ ബെഡൊക്കെ നമ്മൾ വാങ്ങിച്ചതാണോ ആദ്യം ഉണ്ടായിരുന്നു? അല്ല, ഈ സെറ്റ് ഇതിന്റെ ഒപ്പം ഞങ്ങൾക്ക് വന്നതാണ്. അപ്പൊ വീട് വാങ്ങിയപ്പം ബെഡ്, ഫുൾ കബോർഡുകളെല്ലാം ഉണ്ടായിരുന്നു. അത് UK വെച്ച് നോക്കുമ്പോ ഒരു ഡിഫറെന്റ് ആട്ടോ. അവിടെ ഒരിക്കലും നമ്മൾ വീട് വാങ്ങുമ്പോ ഇതുപോലെ ഫർണിച്ചേഴ്സ് ഇല്ല. ഇൻക്ലൂഡിംഗ് ഫർണിച്ചർ ആണ്. പക്ഷേ അത് നമ്മുടെ ചോയ്സ് ആണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അത് അവരെ ഡിസ്പോസ് ചെയ്യും. ഫർണിച്ചേഴ്സ് ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതലുണ്ടാവും. അപ്പൊ എന്നാലും എല്ലാം ആക്സസറീസ് എല്ലാം ഉണ്ടല്ലോ. കോമൺ ബാത്റൂം, അവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരുന്നു മാസ്റ്റർ ബെഡ്റൂമിന്.
ഇതുപോലെ ഒരു കോമൺ ബാത്റൂം, പിന്നെ ഒരു ചെറിയൊരു സ്റ്റോറി ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ യൂട്ടൻസിൽസ് ഒക്കെ വെക്കാം, മാപ്പ് ചെയ്യുന്നതും. ഇതൊരു പ്രത്യേക ടൈപ്പിലുള്ള ഷേപ്പ്, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. കീപ്പ് ചെയ്യുന്ന ഓക്കെ, പക്ഷെ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഡാമേജ് വന്നാൽ നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യാനാണ്. ഇങ്ങനത്തെ തന്നെ നമുക്ക് ഇത് വേറൊരു ബെഡ്റൂം ആണ്. അപ്പോൾ ഇത് 3 ബെഡ്റൂം ഹൗസ് ആണ്. അപ്പോൾ ഇത് മറ്റേ മാസ്റ്റർ ബെഡ്റൂം നമ്മൾ കണ്ടു. ഇത് വേറൊരു സിംഗിൾ റൂമാണ്. ഇതാണ് മെയിൻ എൻ്റെ ഓഫീസ് സ്പേസ് എന്ന് പറയുന്നത്. ഇതിലൂടെയും നമുക്ക് ചെറിയൊരു യാർഡ് ഉണ്ട് ബാക്കിൽ. അപ്പോൾ ഇതിലൂടെയും നമുക്ക് പുറത്തോട്ട് കടക്കാനുള്ള ആക്സസ് ഉണ്ട്. അതുപോലെ അപ്പുറത്തെ റൂമിൽ കൂടെയും പുറത്ത് കിടക്കാനുള്ള ആക്സസ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ വാസ നല്ല ഭംഗി അല്ലേ? അത് ഞങ്ങൾ മനസ്സിലാക്കാം. വാങ്ങിച്ചതാണോ? ഇത് സെക്കൻഡ് ബെഡ്റൂം ആണ്. ഇത് ശരിക്കും കിഡ്സ് റൂം എന്നാണ് പറയാ. 2 ബെഡ് ഇങ്ങനെ ഇടാൻ പാകത്തിനുള്ള ഒരു 2 സിംഗിൾ ബെഡ് ഇടാൻ പാകത്തിനുള്ള ഒരു ഇതാണ്. ഇത് മെയിൻലി ഫിജോന്റെ ഓഫീസ് റൂമാക്കി ഞങ്ങൾ മാറ്റിയിട്ടാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു സ്പേസ്, നമ്മുടെ വാഷിംഗ് മെഷീനും ഒക്കെ ഇടാനായിട്ടുള്ളൊരു സ്പേസ് പുറത്തുണ്ട്. ഇതാണ് ഞങ്ങളുടെ ചെറിയ കൊച്ചു ഹോം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഹൗസ് തന്നെയാണ് ഇവിടെ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ സ്റ്റോൺ വരുമ്പോൾ നമ്മൾ ആരും മറ്റേ ലൈറ്റ് വെക്കില്ല, വാം ലൈറ്റ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റേ ട്യൂബ് ലൈറ്റ്, മറ്റേ നല്ല ബ്രൈറ്റ് ലൈറ്റ് വെക്കില്ല, വാം ലൈറ്റ് ആണ് വെക്കുക, ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ചൂടുള്ള സമയത്ത് ഇപ്പൊ ഇത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഹൗസ് ആണിത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു തണുപ്പ് ചൂടുള്ള സമയത്ത് കിട്ടും. പക്ഷെ തണുപ്പ് സമയങ്ങളിൽ നമുക്ക് കുറച്ച് കൂടുതൽ തണുപ്പും ഫീൽ ചെയ്യും, കാരണം ഈ സ്റ്റോൺ ആയതുകൊണ്ട്. നമ്മൾ ഈ മാർബിൾ പോലെ. അപ്പം നമുക്കിപ്പോ ഈ സമയത്ത് ഹീറ്റിംഗ് ഒക്കെ ഉണ്ടോ നമ്മുടെ വീടിന്? ഹീറ്റിംഗ് സെൻട്രലൈസ്ഡ് ഹീറ്റിംഗ് ഇല്ല, നമ്മുടെ റൂമുകളിൽ AC വെച്ചേക്കാണ്. അപ്പം സിറ്റിംഗ് ഏരിയയിൽ നമ്മുടെ AC ഉണ്ട്, അത് ഹീറ്റിങ്ങും അതുപോലെ കൂളിങ്ങും ഉള്ളതാണ്. അതുപോലെ ബെഡ്റൂംസിലും ഹീറ്റിങ്ങും കൂളിങ്ങും ആയിട്ടുള്ള സിസ്റ്റമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തണുപ്പുള്ള സമയത്താണെങ്കിലും പ്രശ്നമില്ല. ഈ ഏരിയയിലൊക്കെ വീടിനൊക്കെ എങ്ങനെയാണ് വരാം? ഇപ്പോൾ ഈ ഏരിയ റെസിഡൻഷ്യൽ ഏരിയ ആണ്. പിന്നെ മാത്രമല്ല മറ്റർ ഡേ എന്ന് പറഞ്ഞ ഗവൺമെന്റ് മെയിൻ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് ഇവിടെ കുറച്ച് പ്രൈസ് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് എന്തായാലും ഒരു 280. 2,80,000 യൂറോയാണ് ഇപ്പൊ ഈ ഒരു ഇതുപോലൊരു വീടിന്റെ ആവറേജ് വില ഈ ഏരിയയില്. മെയിൻ ആയിട്ട് ഇൻക്ലൂഡിംഗ് ഗാരേജ് അല്ല. അപ്പൊ ഈ ഗാരേജ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണം. ചിലര് ഗാരേജ് ഒപ്പമായിട്ടായിരിക്കും വീടിന്റെ പ്രൈസ് ഇടുക. അപ്പൊ നമ്മള് ഗാരേജ് നമ്മൾ തന്നെ വാങ്ങിയല്ലേ? ഞങ്ങൾക്ക് ഇൻക്ലൂഡഡ് ആയിരുന്നു ഹൗസിന്റെ കൂടെ. അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അവര് വേറെ വിൽക്കാനുള്ള ഒരു ഇതായിരുന്നു. ഇത് പ്രധാനപ്പെട്ട ഏരിയ ആണല്ലോ. ഇതിപ്പോ നമ്മളിപ്പോ ഉള്ളത് ഏത് സ്ഥലത്താണ് നമ്മളുള്ളത്? ഇത് ശരിക്കും സ്വാത്താറാണ്. സ്വാത്താറ് ബിർക്കിർക്കാര എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ പെട്ട ഒരു സ്ഥലമാണ് സ്വാത്താറ്. ഇതിന് ജസ്റ്റ് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് മാറ്റർ ഡേ ഹോസ്പിറ്റലാണ്, മെയിൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഇതൊരു പ്രധാന ഏരിയ ആണ്, പ്രധാന ലൊക്കേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. സിറ്റിയിലോട്ടൊക്കെ എങ്ങനെയാണ് നമ്മൾ പോകുന്നത്? പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടോ? ഇവിടെ തൊട്ടടുത്തടുത്ത് എല്ലാവരുടെയും ബസ് സ്റ്റോപ്സ് ഉണ്ട്. പിന്നെ ഇവിടെ താഴോട്ട് കുറച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ബസ് സ്റ്റോപ്പുകളുണ്ട്. അപ്പം വളരെ എല്ലാവരുടെയും ഒരു സെൻട്രൽ ഏരിയ ആണ്. അപ്പൊ എല്ലാവരുടെയും ആക്സസിബിൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ മലയാളികൾ വേറെയും വീട് വാങ്ങി സെറ്റിൽ ചെയ്ത മലയാളികൾ. ഇവിടെ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് വിഷ്ണു ആൻഡ് ഫാമിലി ഉണ്ട്, മലയാളി ഫാമിലിയാണ്. പിന്നെ അതിന്റെ തൊട്ടടുത്ത് മലയാളി ഇവിടെ ജോലിക്ക് വർക്ക് ചെയ്യുന്നവർക്ക്, ഇവിടെ മറ്റൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമുള്ള സ്ഥലമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ ഇവിടെ താമസിക്കുന്നവരുണ്ട്. വീട് വാങ്ങിയവര് ഇപ്പൊ അവര് മൂവ് ചെയ്തിട്ടില്ല, വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ 1-2 പേര് വാങ്ങിച്ചിട്ടുണ്ട്, നഴ്സസ് തന്നെ. അവര് മൂവ് ചെയ്യുന്ന അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ നടക്കുന്നതാണ്. മലയാളികളുടെ സാന്നിധ്യം കൂടി വരികയാണ്. തീർച്ചയായിട്ടും സെറ്റിൽ ചെയ്യാൻ സ്ഥിരമായിട്ട് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നവര് വീട് വാങ്ങി തന്നെ. കാരണം ഇവിടെ എല്ലാവരുടെയും പോകാനായിട്ടുള്ള സെൻട്രൽ ഏരിയ ആയതുകൊണ്ട് വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് മാൾട്ടയിൽ ഇഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും നല്ല പ്ലേസ് ആണ്. ഭയങ്കര എല്ലാവരുടെയും പോകാനും ഭയങ്കര എളുപ്പമാണ്. പിന്നെ എല്ലാവരും തൊട്ടടുത്തടുത്ത് കിടക്കുന്നതുകൊണ്ട് സോഷ്യലി ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രസൻസ് കൂടുതലാണ്. പിന്നെ നമുക്കൊരു 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് നടത്തി എത്താവുന്ന അത്രയും ദൂരം.
ചെറിയൊരു രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ ഹെൽപ്പ് സപ്പോർട്ടും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അധികം യാത്ര ചെയ്യാതെ തന്നെ എയർപോർട്ടിലോട്ടും ബാക്കി സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാം. ഓസ്ട്രേലിയയുടെ ഒക്കെ നേരെ വിപരീതമായിട്ടുള്ള രാജ്യമാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ എല്ലാം താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീടായിരുന്നു. അതും അപ്പൊ എല്ലാം ഫുൾ ഫർണിച്ചർ എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. സാധാരണ അപ്പൊ ഇവിടെ വീടുകൾക്ക് ഇങ്ങനെ ഫർണിഷ്ഡ് വീടുകളാണ് കൂടുതൽ, അതേ അൺഫർണിഷ്ഡ്? ഫർണിഷ്ഡ് വീടുകൾ നമുക്ക് കിട്ടും, അൺഫർണിഷ്ഡ് ആയിട്ടും കിട്ടും. വാടകയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ? വാടകയ്ക്ക് ഭൂരിഭാഗം ഫർണിഷ്ഡ് ആണ് അല്ലേ? അത് എക്സ്പെൻസ് വൈസ് ഫർണിഷ്ഡ് വീടുകൾക്ക് കൂടുതലാണ്. അല്ല, ഇവിടെ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടുകളാണ് 99% കൊടുക്കുക. അത് ഇൻക്ലൂഡഡ് ആണ്, നമ്മുടെ റെന്റിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നല്ല നല്ല ഹൗസ് ഓണേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കുള്ള എല്ലാ സാധനങ്ങളും അവര് പ്രൊവൈഡ് ചെയ്യും. ഫ്രിഡ്ജ് അങ്ങനെയുള്ള അപ്പൊ ആ ആവറേജ് ഉണ്ടാവും. മീൻസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ കെറ്റിലൊക്കെ ഇല്ലേ, കെറ്റിലൊക്കെ നമ്മൾ എക്സ്ട്രാ വരുന്ന കാര്യങ്ങളാ, കെറ്റിലൊക്കെ പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ അയൺ ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. പിന്നെ കമ്പാരിറ്റീവ്ലി വാടകയും കുറവല്ലേ റെന്റ് മന്ത്ലി? ഇപ്പൊ കുറച്ച് മാർക്കറ്റ് കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ഇവിടെ ഹോസ്പിറ്റലിന്റെ അടുത്തായതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും സാധാരണ ഒരു വാടകയ്ക്ക്? ഒരു കപ്പിൾ വൺ ബെഡ്റൂമിന് എങ്ങനെ പോയാലും ഒരു 700-800 ഒക്കെ വരും. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് ഹൈ ആയതുകൊണ്ടാണ്. പണ്ടെന്ന് പറഞ്ഞാൽ 500-600 ഒക്കെ ഉണ്ടായിരുന്നു. കോവിഡിന് ശേഷമാണ് നല്ല. അപ്പൊ ഈ സിംഗിൾ ഒരു റൂം എടുക്കുന്നതിനാണോ ഈ 200-250? അത് ഷെയർഡ് അക്കോമഡേഷൻ ആണ്. അതായത് ഇപ്പോ 1000 യൂറോ ആണ് ഒരു വീട്ടിലെ റെന്റെങ്കിൽ അവർ 5 പേരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് 200-250 ഒക്കെ ആയിട്ട് പെർ പേഴ്സൺ. ഇത്രയുള്ളൊരു 3 ബെഡ്റൂം ഹൗസ് ഇതൊക്കെ ഇപ്പൊ വാടകയ്ക്ക് എടുത്താലോ? ഫോർ എക്സാമ്പിൾ 2 പിള്ളേരൊക്കെ ഉണ്ട്. 3 ബെഡ്റൂമിനൊക്കെ ശരിക്കും ഈ ഏരിയയിൽ 1400-1500 ഒക്കെ വരും റെന്റ്. അതൊരു നല്ല ഇത് തന്നെയാണ്. പുതുതായിട്ട് വരുന്നവർക്ക് ഇതുപോലെ വീട് കിട്ടാനൊക്കെ എങ്ങനെയാണ് എളുപ്പമാണ്? പൊതുവെ നമ്മുടെ ഇന്ത്യക്കാരിപ്പോൾ കുറേ പേരൊക്കെ താമസിച്ച് ഭയങ്കര അലമ്പാക്കിയിട്ട് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്ലെൻലിനെസ് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ ഒരു ചെറിയ ചീത്തപ്പേര് ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ഇന്ത്യൻസ് ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഏജന്റ് വഴിയാണ് പോകണമെങ്കിൽ ഫസ്റ്റ് അവർ ചോദിക്കും നാഷണാലിറ്റി ഏതാണെന്നാണ് ഇപ്പോൾ ചോദിക്കുക. ഇന്ത്യൻസ് ആണെങ്കിൽ ഞാൻ ഹൗസ് ഓണറോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറയും. അപ്പോൾ അവർക്ക് ഹൗസ് ഓണർ ചില ഹൗസ് ഓണേഴ്സ് പ്രിഫർ ചെയ്യില്ല. അപ്പോൾ ഒരു വളരെ ക്ലീൻ ആയിട്ട് വീടുകൾ സൂക്ഷിക്കുന്ന രീതിയാണ് മാൾട്ടയിലെ ജനങ്ങളെല്ലാം ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ പുതുതായിട്ട് ഇന്ത്യയിലൊക്കെ വരുമ്പോൾ വീടൊക്കെ വൃത്തികേടാക്കി ഇടുമ്പോൾ പുതുതായിട്ട് വരുന്നവർക്ക് വീട് കിട്ടുന്നതിന് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഭൂരിഭാഗം ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ചെടി ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പൊ ഞങ്ങൾ കൂടുതൽ ട്രാവലൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെ ചെടികളൊക്കെ എക്സ്പെൻസീവ് ആണോ? അല്ലല്ല, ഡിപ്പെൻസ് ആണ്. ഇപ്പൊ ഭയങ്കര എക്സ്പെൻസീവ് ആയ ചെടികളും ഉണ്ട്, അല്ലാത്തതുണ്ട്. അതുപോലെയാണ്. പിന്നെ ഫ്ലവേഴ്സ് ആയിട്ടുള്ള ചെടികൾ വളരെ കുറവാണ് ഇവിടെ. മെയിനായിട്ട് മറ്റേ കള്ളിമുൾ ചെടി, അങ്ങനത്തെ കാക്ടസ് ടൈപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെടികളൊക്കെയാണ് കൂടുതലും. ഇതുപോലെ ഇതൊക്കെ ചുമ്മാ വെറുതെ ഇട്ട് കൊടുത്താലേ ഇതുപോലെ ഈ ഓരെണ്ണം അവിടെ നമ്മുടെ 3 പൗണ്ടൊക്കെ കള്ളിമുൾ ചെടി അങ്ങനെയുള്ള ടൈപ്പാണ് അല്ലേ? മുള്ളില്ലാത്ത. ആണോ? അയ്യോ, ഇത് ചുമ്മാ ഇട്ടാ മതി. ഞങ്ങളുടെ നൈബർ തന്നതാണ്. ഇത് അവിടെ ഉണ്ടല്ലേ? ഇത് അവിടെ ഉണ്ടല്ലേ? ഇപ്പൊ നമ്മൾ ഇവിടെയാണെങ്കിൽ കൂടുതൽ ഫ്ലാറ്റുകളാണ് കാണാൻ കഴിയുക. അപ്പോൾ വീടുകൾ എങ്ങനെയാണ്? കുറവാണ് ഇവിടെ. വീടുകൾ സെപ്പറേറ്റ് വീടുകൾ കുറവാണ്. സ്ഥലപരിമിതികൾ കൊണ്ട് ഇവർ ഇങ്ങനെയാണ് കൺസ്ട്രക്ഷൻ കൂടുതലും ചെയ്യുക. പണ്ട് തൊട്ട് എങ്ങനെയാണ്. പിന്നെ ഐലൻഡ് ആയതുകൊണ്ട് സ്ഥലപരിമിതിയാണ് ഏറ്റവും ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള കാരണം. പിന്നെ പഴയ പോലെ തന്നെ ഇവിടെ വില്ലേജുകളായിരുന്നു പണ്ട്. അപ്പോൾ അവരിങ്ങനെ കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ ഡെവലപ്പായി വന്ന് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പല സ്ഥലങ്ങളും കുറേ അക്കോമഡേഷൻ ഒന്നിച്ചുണ്ടാവും. അതിനുശേഷം പിന്നെ വല്ല കൃഷി സ്ഥലങ്ങളോ അതല്ലെങ്കിൽ കുറച്ച് വിജന പ്രദേശം കഴിഞ്ഞിട്ട് അടുത്തൊരു ടൗൺ വരും. അങ്ങനെയാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ. പക്ഷേ ഒറ്റപ്പെട്ടുള്ള വീടുകൾ വളരെ കുറവാണ്. വില്ലാസ് ഉണ്ട്, അതിപ്പോൾ പുതിയത് പണിയുന്നതാണ് മിക്കതും. അതാണെങ്കിൽ ഹൈലി എക്സ്പെൻസീവ് ആണ്. നമ്മൾ സാധാരണ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിൽ അധികമാണ് അതിനുള്ള പ്രൈസ്. ഇപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ ഇവിടെ ഡെലിവറി ചെയ്തത് മലയാളിയായിരുന്നു. ഇപ്പോൾ മിഥുനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഇപ്പം എങ്ങനെയുണ്ട് ജോലി? വേറെ മലയാളികളൊക്കെ ഉണ്ടോ? മലയാളികൾ ഒരുപാടുണ്ട്. കുഴപ്പമില്ലാത്ത ജോലിയല്ലേ? കുഴപ്പമില്ലാത്ത ജോലി എന്ന് പറയാൻ പറ്റൂല, കുഴപ്പമുണ്ട്. ഇപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള പൈസ കിട്ടുമോ? അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ കിട്ടുമെന്ന് വെച്ചാൽ വേറെ നമുക്ക് എന്താ പറയാ, വേറെ എൻജോയ്മെന്റ് ഈ ടൈം കണ്ടെത്താൻ പറ്റുന്നില്ല. എന്താ പറഞ്ഞാൽ ഫുൾ
എല്ലാ മാസം ഫുൾ ഡേ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു എക്സ്പെൻസ് കിട്ടുന്നില്ല. അതിപ്പം ഇവിടെ ഏകദേശം ചിലവ് വരുന്നത് ഇപ്പോൾ റൂം, ഫുഡ് അതെല്ലാം ഒരു 350 euro റൗണ്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 60% എമൗണ്ട് നമുക്ക് ഫ്ലീറ്റിന് കൊടുക്കേണ്ടി വരും. 40% ഫ്ലീറ്റിന് കൊടുക്കണം, 60% നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് സോഷ്യൽ സെക്യൂരിറ്റിയും കട്ട് ചെയ്യും. 92 റേഞ്ച് സോഷ്യൽ സെക്യൂരിറ്റി കട്ട് ചെയ്യും. അപ്പോൾ അതിലെല്ലാം കുറഞ്ഞിട്ട് എമൗണ്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് വലിയ മെച്ചമല്ല, കഷ്ട കഴിഞ്ഞാൽ തന്നെ പറ്റുള്ളൂ അല്ലേ നമുക്ക്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മെച്ചമില്ല എന്ന് തന്നെ പറയാം. ഇവിടുത്തെ വീടുകളുടെയൊക്കെ സിസ്റ്റം ഇതുപോലെയാണ്. നമുക്ക് കാണാം ധാരാളം വീടുകളെല്ലാം അടുത്തടുത്തുണ്ട്. ഫ്ലാറ്റുകളാണെന്ന് നമുക്ക് തോന്നും, എന്നാൽ ഈ ഫ്ലാറ്റുകളൊക്കെ ഇങ്ങനെ മാൻഷനേറ്റ് ഹൗസുകളായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ വന്നപ്പോൾ മരിയയും ഫിജോണും ചേർന്ന് കേരള ഹോട്ടലിൽ നിന്ന് ചട്ടിച്ചോറ് ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് മാൾട്ടയിലെ പ്രധാന ഹോസ്പിറ്റലാണ്. മാൾട്ടയുടെ ധാരാളം മലയാളികളൊക്കെ ജോലി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയാണിത്. ഇപ്പം നമ്മൾ ഇതിന് മുന്നിലൂടെ പോയപ്പോൾ ഇവിടെ ഇറങ്ങി ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ ഒന്ന് കണ്ടിട്ട് ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. പ്രധാന പബ്ലിക് ട്രാൻസ്പോർട്ടുകളൊക്കെ വന്നു പോകുന്ന സ്ഥലം കൂടിയാണത്. എല്ലാ ബസ്സുകളും തന്നെ ഹോസ്പിറ്റലിന് മുന്നിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. യൂറോപ്പിലെ സാധാരണ ജീവിതം പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.